ഇപ്പോൾ മോഹൻലാലിനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ അർപ്പിച്ചിരുന്നൊരു സിനിമയാണ് വാലിബൻ എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ലിജോയുടെ സംവിധാനത്തിലൊരു സിനിമ വരുന്നു. ലിജോ ഒരു നല്ല ഫിലിം മേക്കറാണ് എന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പറയുന്ന നൻപകൽ നേരത്ത് മയക്കം പോലുള്ള മമ്മൂട്ടിക്ക് വലിയ ഒരു പിന്നെ എന്താ പറയുക, ഒരു ബൂസ്റ്റ് നൽകിയ ക്യാരക്ടർ തന്നെയാണ്. മലയാളികൾ വളരെ ഏറ്റെടുത്തൊരു സിനിമയാണ്. അപ്പം മോഹൻലാൽ വലിയ പ്രതീക്ഷയിലായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. താങ്കൾ വളരെ അടുപ്പം ലാലുമായി പുലർത്തുന്ന ഒരാളായതുകൊണ്ട് വ്യക്തിപരമായിട്ട് തന്നെ ചോദിക്കുകയാണ്, മോഹൻലാൽ ഇക്കാര്യത്തിൽ വലിയ ഹാപ്പിയാണോ? മോഹൻലാൽ വളരെ ഹാപ്പിയാണ്. മോഹൻലാലും ആദ്യത്തെ ഷോ ദുബായ് കണ്ടിട്ട് നേരെ അന്നേരം തന്നെ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞല്ലോ, മോഹൻലാലിൻ്റെ ഒരു പെർഫോമൻസിൻ്റെ ഒരു സ്പേസ് സമീപകാലത്ത് കണ്ടിട്ടില്ലാത്ത നിലയിലേക്ക് അതിൽ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു അഭിപ്രായം പലരും പറഞ്ഞു കേട്ടു. കാരണം ചില ഈ നെഗറ്റീവായിട്ട് ചില അഭിപ്രായങ്ങൾ വരുന്നു എന്ന് താങ്കൾ സൂചിപ്പിച്ചത് ശരിയാണ്. അത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുമാണ്. പക്ഷേ പല ആളുകളും സിനിമ കണ്ടതിന് ശേഷം മോഹൻലാലിൻ്റെ ഒരു ഇതുവരെ ഉപയോഗപ്പെടുത്തിയിട്ടില്ലാത്ത അദ്ദേഹത്തിൻ്റെ ശരീരത്തെ തന്നെ വലിയ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു സിനിമയാണ്. മോഹൻലാൽ ഒരു കംപ്ലീറ്റ് ആക്ടർ നമ്മൾ പറയുന്ന ആളാണ് പലപ്പോഴും. പക്ഷേ അദ്ദേഹത്തെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിയ ഒരു സിനിമ, ഒരു ക്യാരക്ടർ എന്ന നിലയ്ക്ക് കൂടി ഒരു അഭിപ്രായം വരുന്നുണ്ട് ശ്രീ ഷിബു ബേബി ജോൺ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അന്നേരം ഈ പറഞ്ഞതുപോലെ ലാലിന് നഷ്ടപ്പെട്ടു എന്ന് ആക്ഷേപങ്ങൾക്കെല്ലാം ഉള്ള ആ മറുപടി കൂടിയാണ് ഈ സിനിമ എന്നുള്ളതിൽ. പിന്നെ ഇതിൽ ഒരു കാര്യം പറയാൻ, മമ്മൂക്കയുടെ പടം ഇറങ്ങുമ്പോൾ മമ്മൂക്കയെ ഇഷ്ടപ്പെടുന്നവരെല്ലാം ആ പടത്തെ അതിൻ്റെ ആ എക്സ്പെരിമെൻറ്റേഷനെയൊക്കെ സ്വാഗതം ചെയ്യുന്നതാണ് നമ്മൾ പൊതുവേ കണ്ടിട്ടുള്ളത്. അത് നൻപകൽ നേരത്ത് മയക്കമാണേലും ഏറ്റവും ഒടുവിൽ കാതലാണേലും പുഴുവാണെങ്കിലും വളരെ ബോൾഡായിട്ടുള്ള ഡിസിഷൻസ് മമ്മൂക്ക എടുക്കുന്നു, അതിനെ സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ. പക്ഷെ നിർഭാഗ്യവശാൽ ലാലിൻ്റെ കാര്യത്തിൽ ലാലിനെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമെങ്കിലും ലാൽ എപ്പോഴും ഇല്ല ആ ഒരു രീതിയിൽ ഒരു കഥാപാത്രത്തെ അല്ല, ലാലിനെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. ഒരു ആറാം തമ്പുരാനിലെയോ അല്ലെങ്കിൽ ഒരു ലൂസിഫറിലെയോ ലാല് എന്നുള്ള നിലയിലേക്ക് മാത്രം അവരുടെ ഇഷ്ടം പരിമിതപ്പെടുമ്പോൾ ഉണ്ടാകുന്ന നിരാശയാണ് ദൗർഭാഗ്യവശാൽ ഇങ്ങനെയുള്ള പ്രതികരണത്തിലേക്ക് ഇടവരുത്തുന്നത്. പക്ഷെ അത് തിയേറ്ററിൽ അതിൻ്റെ കളക്ഷനെ ബാധിക്കുന്നുണ്ടോ? ഇപ്പോൾ താങ്കൾ അതിൻ്റെ ഒരു പ്രൊഡക്ഷനിൽ കൂടി പങ്കാളിയാണല്ലോ. അപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോ അതിനകത്ത്? അല്ലല്ല, ഓപ്പണിംഗ് ഡേയിൽ ഞങ്ങൾക്ക് നല്ല റെക്കോർഡ് കളക്ഷൻ തന്നെയായിരുന്നു. രണ്ടാം ദിവസം ആയി കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അന്ന് വൈകിട്ട് ഈ നെഗറ്റീവ് ഒക്കെ വന്നപ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത ആശങ്ക ഉണ്ടായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമുള്ള കളക്ഷൻ കാണുമ്പോൾ ഞങ്ങൾക്ക് വീണ്ടും നല്ല പ്രതീക്ഷയുണ്ട്. നല്ല നിലയിലേക്ക് റിയൽ സിനിമ പ്രേക്ഷകർ എന്നുള്ളവർ അങ്ങോട്ട് വരുന്നുണ്ട്, അവർ ആസ്വദിക്കുന്നുണ്ട്, പോസിറ്റീവായിട്ടുള്ള ഫീലിൽ അവർ പോകുന്നുണ്ട്. ശ്രീ ഷിബു ബേബി ജോൺ, ഇപ്പോൾ LJPയെ കുറിച്ച് പറയുകയാണെങ്കിൽ തൻ്റെ രീതിയിൽ ആ ഒരു സിനിമയുടെ പൂർണ്ണതയ്ക്കായി, ആ കഥയുടെ പൂർണ്ണതയ്ക്കായി ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത ഒരു സംവിധായകൻ, കഥാപാത്രത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു നായകൻ, അങ്ങനെ ഒരു ഡെഡ്ലി കോംബോ വരുമ്പോൾ പ്രതീക്ഷിച്ചിരുന്നത്, പ്രത്യേകിച്ച് മോഹൻലാൽ എന്ന ലാലേട്ടൻ ആരാധകർ പ്രതീക്ഷിച്ചിരുന്ന ഒരു ലാലേട്ടനെ അല്ലെങ്കിൽ ഒരു ലാലിബനെ അതിൽ കാണാൻ കഴിയാത്തതാണോ ഒരു നെഗറ്റീവ് റിവ്യൂ ആദ്യഘട്ടത്തിൽ വരാൻ ഇടയാക്കിയത്? താങ്കൾ അങ്ങനെ കരുതുന്നു? കാരണം അമാനുഷികമായ അല്ലെങ്കിൽ പ്രത്യേക തരത്തിലുള്ള സ്ഥിരം കഥാപാത്രങ്ങളിൽ മോഹൻലാലിനെ തളച്ചിടേണ്ടതില്ല, ഒരു ഹോളിവുഡ് ലെവലിലേക്ക് മോഹൻലാൽ മാറേണ്ടതുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു സിനിമയാണ് വാലിബൻ എന്ന് മനസ്സിലാക്കാൻ മലയാളികൾ കുറച്ച് സമയമെടുക്കുന്നതാണോ ഇവിടുത്തെ പ്രശ്നം? ഞാൻ അങ്ങനെ തന്നെ അനുമാനിക്കുന്നു. ഈ പ്രതീക്ഷ ഞങ്ങൾ ഈ സിനിമയെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് മുൻവിധികളോടുകൂടി വരരുത്. ഇതൊരു ലിജോ ജോസ് പല്ലിശ്ശേരി പടമാണ്, ഇത് ലാലിൻ്റെ പെർഫോമൻസിന് സ്പേസ് ഉള്ള ഒരു പടമാണ്, ഇതെല്ലാം തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ പ്രൊഡ്യൂസേഴ്സായിട്ടോ ഇതിൻ്റെ ക്രൂവോ ഒരു തരത്തിലുള്ള ഹൈപ്പ് സൃഷ്ടിക്കാനും ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ആൾക്കാർ പല ഇതായിട്ട് അവർ അനുമാനിച്ചു ഇങ്ങനെയുള്ള കഥാപാത്രമായിരിക്കും ലിജോ ലാൽ ചേരുമ്പോൾ. അവരുടെ കാഴ്ചപ്പാടിൽ ലിജോ ഒരിക്കലും ഒരു പൃഥ്വിരാജിൻ്റെ ഇതിൽ അല്ലെങ്കിൽ സിനിമ എടുക്കുന്ന ആളല്ല, ഷാജി കൈലാസിൻ്റെ രീതിയിൽ സിനിമ എടുക്കുന്ന ആളല്ല. എന്നാൽ ലിജോയുടെ ഒരു സിനിമയിൽ ആരെങ്കിലും തെറ്റായി പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ ഒന്നും ചെയ്യാനൊക്കത്തില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ എനിക്കിതിൽ വളരെ സന്തോഷമുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു റിവ്യൂ ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടു. US കൊണ്ട് 2 US സിറ്റിസൺസ് നടത്തുന്ന എല്ലാ സിനിമയും റിവ്യൂ ചെയ്യുന്നവർ, അവർ പറഞ്ഞത് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ഈസ് ഓസ്കാർ ലെവൽ സിനിമാറ്റോഗ്രാഫി എന്നൊരു വാക്കാണ് പറഞ്ഞത്. UK 2 ഫോറിനേഴ്സ്, UK സിറ്റിസൺസിൻ്റെ റിവ്യൂ ഞാൻ കേട്ടു. അവരും പറയുന്ന ഇതാണ്, ഹോളിവുഡ് ലെവലിലേക്കുള്ള ഒരു പടമാണെന്ന്. അത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്, അത് തന്നെയാണ് മലയാളിക്ക് നമ്മൾ സമർപ്പിച്ചത്.